അപ്പോൾ ഐ ആം ബാക്ക്. വള്ളവും തോണിയും തുഴയും ജാക്കറ്റും ഒക്കെ ആയിട്ട് ഞാൻ പതുക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സ്പ്രിങ് ആയിപ്പം. അപ്പം സ്പ്രിങ് ഒരു നല്ലൊരു വെതർ നോക്കിയിരിക്കുമായിരുന്നു എൻ്റെ കയാക്കുമായിട്ട് ഇറങ്ങാൻ. അപ്പോൾ അതാണ്ട് കറക്റ്റ് എനിക്ക് ഫ്രൈഡേ ഓഫും കിട്ടി. ഞാൻ കയാക്കുമായിട്ട് ഇറങ്ങി. ഈ പ്രാവശ്യം ഞാൻ കയാക്കുമായിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു നെയ്ബറിനെ കൊണ്ട് പിടിച്ചു കേട്ടോ. പുള്ളിക്കാരത്തി കയാക്ക് ഒരു 2 കയാക്ക് അവരുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. അത് പൊടി പിടിച്ചിരിക്കുന്നല്ലാതെ അങ്ങനെ എടുക്കാറില്ല. ഇന്ന് ഞാൻ എടുപ്പിച്ചു കേട്ടോ. ഇന്ന് എന്നോട് കുറേ താങ്ക് യു പറഞ്ഞു എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്ന്. പുള്ളി ഷീ സോ റിലാക്സ്ഡ്. അപ്പം സ്പ്രിങ് ആയി, ഞാനങ്ങ് ഇറങ്ങി. ഞാനൊരു നെയ്ബറിനെ കൊണ്ടൊക്കെയാണ് വന്നത് കയാക്കിങ്ങിന്. പുള്ളിക്കാരത്തി കൊണ്ട് അവിടെ ടാൻ ആവാൻ കിടപ്പുണ്ട്. ആണോന്ന് അറിയത്തില്ല. ഓക്കെ, പുള്ളിക്കാരത്തി അവിടെ കിടപ്പുണ്ട്. ഞാനിങ്ങനെ നമ്മൾ ഇന്ത്യൻസ് ആണല്ലോ, തണലിൻ്റെ ഒക്കെ താഴെ കിടപ്പുണ്ട്. അയ്യോ, എൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ തണലിൻ്റെ താഴെ ഇങ്ങനെ കിടക്കുവാണ്. പുള്ളിക്കാരത്തി കയറാൻ കിടക്കണം. ഗൈസ്, ഐ ആം ടെല്ലിങ് യു, ദിസ് ഈസ് ലൈക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ തെറാപ്പി. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക എന്തോന്ന് തെറാപ്പി, ഇതാണോ തെറാപ്പി? പക്ഷേ ഞാൻ പറയുന്നത് ലൈക്ക് അല്ല, എനിക്ക് അറിയില്ല. ലൈക്ക് അയ്യോ, എൻ്റെ ഇടയ്ക്കൊരു ബി കണ്ട ചാവാൻ കിടക്കുവാണോ? രക്ഷിക്കണോ? രക്ഷിച്ചാൽ നമുക്ക് ജിജി പോകും. കടിക്കരുത്. ഈശ്വര, കടിക്കുന്നുണ്ടാണോ? ഇതിനകത്ത് വെച്ചേക്കാം. എന്താണെന്ന് വെച്ചാൽ ചെയ്യും. എൻ്റെ എല്ലുമാണ് എനിക്ക് എഴുത സാധനമുണ്ട്. വേണ രക്ഷപ്പെട്ടു. എത്രയും ചെയ്ത് നന്നല്ലേ? വേണേ ഓടിപ്പോ. എനിക്ക് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു തെറാപ്പിയാണെന്ന് ചോദിച്ചാൽ ഇത് ഭയങ്കര റിലാക്സിങ് ആണ്. എനിക്ക് ഭയങ്കര റിലാക്സിങ് ആയിട്ടാണ് തോന്നിയത്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കത്തില്ല, പലർക്കും പല രീതിയിലായിരിക്കും റിലാക്സ് തോന്നുന്നത്. ബട്ട് ദിസ് ഈസ് ലൈക്ക് സോ കാം. ഒരു സൗണ്ടും ഇല്ല, ക്വയറ്റ്. ലൈക്ക് എനിക്ക് ഭയങ്കര പീസ്ഫുള്ളാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇങ്ങ് വരുവാണോ? എങ്ങോട്ടാ? തള്ളി കയറി ജീവിതം തന്നോ പോരെ, വേണം പറന്ന് പോണേ. ഈശ്വരാ, ഇങ്ങോട്ട് തള്ളിക്കയറി വരുവാണ്. ഞാൻ അവിടെ വെച്ച സാധനം അത്. എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? I never see this bee, black and white. I don't know, anybody know the name? Let me know. Okay. I think he or she, whatever it is, calm ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പീസ്ഫുള്ളാണ്. ഈവൻ ദോ I bring my neighbor somewhere there. എൻ്റെ നെയ്ബർ പറഞ്ഞു താങ്ക്സ് ഫോർ ലൈക്ക് ഇങ്ങനൊരു ഐഡിയ തന്നതിന് താങ്ക് യു എന്ന് പറഞ്ഞു എന്നോട്. കാരണം she had a lot of problem and she's so peaceful. And പുള്ളിക്കാരത്തി അങ്ങ് അതിൽ കിടന്ന് അങ്ങ് റിലാക്സ് ചെയ്യുവാണ്. പുള്ളിക്കാരത്തി എന്നോട്, ഞാൻ പറഞ്ഞതല്ല ആക്ച്വലി കേട്ടോ, പുള്ളിക്കാരത്തി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞാണ് ഇതൊരു ഇറ്റ്സ് എ ഗുഡ് ട്രീറ്റ്മെൻറ്റ്. ലൈക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് പീസ്ഫുൾ ആകാൻ, പലർക്കും പല രീതിയാണ് പറയുമായിരുന്നു, നമ്മുടെ മൈൻഡ് ഒന്ന് പീസ്ഫുൾ ആകാൻ ദിസ് ഇസ് എ വൺ വേ. ഷീ സെഡ് ഷീ സോ കാം. ചിലർക്ക് ലൈക്ക് എന്താ, ഫോർ എക്സാമ്പിൾ നമ്മൾ വെള്ളത്തിൽ ബർത്ത് ചെയ്യുന്നത്, പിള്ളേർ വരുന്നത് ചിലർക്ക് ഭയങ്കര ലൈക്ക് ഒന്നുകൂടെ പെയിൻ കുറവാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വെള്ളത്തിൽ ഇങ്ങനെ ചെയ്യണമെന്ന്. ഈവൻ ദോ എൻ്റെ പ്രഗ്നൻസി വീട്ടിലാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും അവരുടെ പെയിനുള്ള സമയത്ത് ചോദിച്ചു, ഞാൻ ടബിൽ വെള്ളം ഇട്ടിട്ട് നമുക്ക് ചെയ്താലോ? അപ്പോൾ അവർ പറഞ്ഞു ലൈക്ക് അത് ടബ് നമ്മൾ അതുപോലെ ക്ലീൻ ചെയ്ത് ഇത് ചെയ്യണം. ഡേർട്ടി ആണെങ്കിൽ കൊച്ചു വരാൻ പറ്റത്തില്ല, അങ്ങനെ അതിൽ വരാൻ പറ്റത്തില്ല. അതുപോലെയാണ് ചിലപ്പം വെള്ളത്തിൽ നമുക്ക് മോർ പീസ്ഫുൾ കിട്ടും. എന്ന് വെച്ചാൽ ലൈക്ക് വെള്ളം എന്താ ഞാൻ പറയാം ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് മോർ പീസ്ഫുൾ, അത്രേ ഉള്ളൂ. എനിവേ, ഈ ബഗ്ഗിനെ ഞാൻ എങ്ങോട്ടേലും വിടട്ടെ. അപ്പം പീസ് ഓഫ്.